ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. അതായത് ഈ വീഡിയോയിൽ ഏതാണ്ട് 2600 വർഷം മുമ്പ് ഭാരതത്തിൽ ജനിച്ച ഒരു ഋഷിയുടെ പ്രതിമ അനാച്ഛാദനമാണ് നടത്തുന്നത്. ആ നടത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എഡിൻബർഗിലാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്ക് ഭാരതീയരെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനം ഉണ്ടാകുന്ന ഒരു നിമിഷമൊക്കെ തന്നെയാണ്. കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അംഗീകരിച്ച് ഇത്തരത്തിലുള്ള ആദരങ്ങളൊക്കെ നൽകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ മുമ്പ് ഭാരതത്തിൽ ഇത്തരത്തിലുള്ള ഋഷികളൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പം അതിനെയൊക്കെ കെട്ടുകഥകളാക്കി ചിത്രീകരിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. എന്താണ്, ആരാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഭാരതത്തിന്റെ വൈദ്യശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് സർജറിയിൽ പിതാവായി കണക്കാക്കപ്പെടുന്ന ഒരു മഹാഋഷിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് സുശ്രുതൻ എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സംഹിതയുണ്ട്. സുശ്രുത സംഹിത എന്നാണ് ആ സംഹിതയെ പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്നത്തെ സമയത്ത് അലോപ്പതി ഒന്നുമില്ല. അന്ന് നമുക്കുള്ളത് ആയുർവേദം മാത്രമാണ്. ഈ ആയുർവേദത്തിൽ അദ്ദേഹം സംഭാവന നിരവധി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഭാരതമെമ്പാടും അറിയപ്പെടും. പക്ഷേ നമ്മളിൽ പല ആൾക്കാർക്കും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു മാത്രം. അതായത് ക്രിസ്തു വർഷത്തിന് മുമ്പ്, BCE മുമ്പ് ഏതാണ്ട് 1000-600 വർഷത്തിനിടയിൽ ഇപ്പോഴത്തെ വാരണാസി അല്ലെങ്കിൽ കാശിയിൽ ജീവിച്ചിരുന്ന ഒരു മഹാഋഷിയായിരുന്നു സുശ്രുതൻ. അന്നത്തെ കാശി ഭരിച്ചിരുന്ന ദിവോദാസ ധന്വന്തരി എന്ന രാജാവിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നായ സുശ്രുത സംഹിത എന്ന ആ വലിയ വിഖ്യാതമായ ഗ്രന്ഥം രചിച്ച ആളാണ് സുശ്രുതൻ. അദ്ദേഹത്തിനെ പറ്റിയുള്ള പ്രത്യേകത, ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് അനാറ്റമി, ശരീരഘടനയെപ്പറ്റിയും വിവിധ രോഗങ്ങളെപ്പറ്റിയും, അന്നത്തെയുള്ള വിവിധ രോഗങ്ങളെപ്പറ്റിയും ഔഷധ സസ്യങ്ങളെപ്പറ്റിയും ശസ്ത്രക്രിയ രീതികളെപ്പറ്റിയും ഈ സംഹിതയിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. 184 അധ്യായങ്ങളുള്ള ഈ സംഹിതയിൽ ഏതാണ്ട് 1120 രോഗങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ 700ഓളം ഔഷധ സസ്യങ്ങളെ പറ്റിയും വിവരിക്കുന്നുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തത് ഭാരതീയനാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും അംഗീകരിക്കത്തില്ല. എന്നാൽ ലോകമെമ്പാടും അംഗീകരിച്ച സത്യമാണത്. അത് സുശ്രുതനായിരുന്നു ഈ പ്ലാസ്റ്റിക് സർജറി നടത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ്, പൈനിയർ ഓഫ് പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് റൈനോപ്ലാസ്റ്റി. അക്കാലത്തെ യുദ്ധത്തിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്ക് മൂക്കും ചെവിയൊക്കെ നഷ്ടപ്പെടും. അത് നമ്മുടെ നെറ്റിയിലെയോ കവിളത്തെയൊക്കെ ചർമ്മം ഉപയോഗിച്ച് തിരിച്ച് റീഫിക്സ് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ അദ്ദേഹം അന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സർജറി ഓഫ് നോസ് എന്ന് അന്ന് അദ്ദേഹം ചെയ്തിരുന്നത്. പ്ലാസ്റ്റിക് സർജറി മാത്രമല്ല, സർജറിക്ക് ആവശ്യമായ